ഇപ്പോൾ കോൺഗ്രസ്സിൽ മുഴുവൻ ആൾക്കാരും ബി.ജെ.പിയിലേക്ക് പോകാനുള്ള പ്രവണതയാണല്ലോ കാണിക്കുന്നത്. ഇപ്പം മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷൈൻലാൽ ഇപ്പോൾ ബി.ജെ.പിയിലേക്ക് പോയി എന്നുള്ളൊരു വാർത്തയാണ്. ബാക്കി പലരും ഇത്തരത്തിൽ ബി.ജെ.പിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള തരത്തിൽ വാർത്തകളാണല്ലോ വരുന്നത്. അത് ഒറ്റയടിക്ക് അങ്ങനെ തീർത്ത് പോകത്തില്ല. ഇത് ഘട്ടം ഘട്ടമായിട്ടേ പോവുകയുള്ളൂ. അതങ്ങനെയായിരിക്കും സംഭവിക്കുക. ഇപ്പോൾ ബി.ജെ.പിയിൽ നിന്ന് കോൺഗ്രസ്സിൽ വന്നിട്ടുള്ളത് നമുക്കറിയാം. സന്ദീപ് വാര്യർ വന്നിട്ടുണ്ട്. മാറ്റി നിർത്തുക. അല്ലാതെ നമുക്കൊന്നും പറയാനില്ലല്ലോ. ഇത് കോൺഗ്രസ്സിൽ നിന്ന് ബി.ജെ.പിയിലേക്കുള്ള ഒഴുക്കുണ്ടാകാൻ പോവുകയാണ്. അതിനൊരല്പസമയം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇതൊക്കെ ഒരു സാമ്പിള് മാത്രമാണ്. 26 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇത് വളരെ കൂട്ടത്തോടുണ്ടാകും. അപ്പോൾ ഈ പറയുന്ന താഴെത്തട്ടിലുള്ള തോട്ടാ നേതാക്കളൊന്നുമല്ല, വമ്പന്മാരായിരിക്കും. പത്മജ വേണുഗോപാൽ പോയി, നിശ്ചയിച്ചു പോയില്ലേ? കാരണം വലിയൊരു കോൺഗ്രസ് പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണ്. കരുണാകരൻ്റെ മകളാണ്. അപ്പോൾ പിന്നെ നാളെ മുരളീധരൻ പോകില്ല എന്നുള്ളതിന് എന്താ ഉറപ്പ്? മുരളീധരനും സാധ്യതയുണ്ട്. മുരളീധരൻ മാത്രമല്ല, അതിനപ്പുറത്തുള്ള, ഞാൻ കുറേ നാളുകളായിട്ട് പല വീഡിയോകളിലും പറയുന്ന ഒരു കാര്യം, 2026 UDFന് കോൺഗ്രസിന് ഭരണം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. ആ പ്രതീക്ഷ ഒരു സമയം വരെ ശരിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനകത്ത് ഒരുപാട് അവർക്ക് തന്നെ വലിയ സംശയമാണ്, അത് നടക്കുമോ ഇല്ലയോ. അതില്ലാതെ വരുന്ന സമയത്ത് സംഭവിക്കാൻ പോകുന്നത്, വമ്പന്മാരെല്ലാം തന്നെ അതിൻ്റെ കോൺഗ്രസിൽ നിന്ന് പടി ഇറങ്ങാൻ പോകുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് 10-70 വയസ്സായി. ഇനി ഇത് എപ്പോഴാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ടത്? മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ട ആള് തന്നെയാണ്, യോഗ്യനാണ്. അങ്ങനെയുള്ള ആൾ 2026 അഥവാ UDF അധികാരത്തിൽ വന്നാലും കിട്ടണമെന്നില്ല. കാരണം ഇവിടെ കോൺഗ്രസിനകത്ത് വലിയ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയാകാനും ഒക്കെ KPCC പ്രസിഡൻ്റായിരുന്ന സുധാകരനെ VD സതീശനാണ് പാര വെച്ച് പുറത്താക്കിയതെന്ന് പോലും പരസ്യമായ വർത്തമാനം നടക്കുന്നു. അപ്പോൾ ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ നീ എത്ര നാൾ കൂടെ കാത്തിരിക്കണം? 10-70 വയസ്സായ ആൾ പിന്നെ 5 വർഷം എന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമല്ല. ഇങ്ങനെ വരുമ്പോൾ BJPയിലേക്കുള്ള സാധ്യത ഏറുമെന്നുള്ളതാണ്. അത് കോൺഗ്രസിൽ നിന്നൊക്കെ പലപ്പോഴും പല സമയങ്ങളിലും പോയിട്ടില്ലേ, പലയിടങ്ങളിലും പോയിട്ടുണ്ട്. പണ്ട് കോൺഗ്രസിലെ വമ്പന്മാരായിട്ടുള്ളവരൊക്കെയാണ് പോയിട്ടുള്ളത്, ജനതാ പാർട്ടിയിലേക്ക് പോയിട്ടുണ്ട്. അന്ന് ജഗജീവൻ റാം, ബഹുഗുണ, നന്ദിനി സത്പതി, അന്ന് വിളിക്കുന്ന മുദ്രാവാക്യം തന്നെ എതിർകക്ഷികളെ വിളിക്കുന്നത് ജഗജീവൻ പോയേ, ജീവൻ പോയേ, ബഹുഗുണ പോയി, ഗുണവും പോയി, നന്ദിനി സത്പതി പോയി, പാതി പോയി എന്നായിരുന്നു മുദ്രാവാക്യം. പക്ഷെ അവരൊക്കെ അത്രത്തോളം മുതിർന്ന നേതാക്കന്മാരും വമ്പന്മാരും ആയിരുന്നു എന്നുള്ളതാണ്. ആ വമ്പന്മാർ പോകുമ്പോഴായിരിക്കും ഇനി ഇവർക്ക് വലിയ ഇളക്കം സംഭവിക്കാൻ പോകുന്നത്. ഇപ്പം ഈ പറയുന്ന ഈ ഞാഞ്ഞൂലുകളൊന്നും പോയിട്ട് ഒന്നും ഞെട്ടലൊന്നും ഉണ്ടാകത്തില്ല. ഞാഞ്ഞൂലിൽ നിന്ന് പറയാനും പറ്റില്ല. കാരണം യൂത്ത് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ യുവാക്കളുടെ ഇടയിൽ കുറച്ചുകൂടി ഈ പറഞ്ഞോണം പാർട്ടിയെ കുറച്ചുകൂടി ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റിയ ഒരു നേതാവ് തന്നെയാണ് ഷൈൻലാൽ. പക്ഷേ ഷൈൻലാൽ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിൽ ഒരു ചിന്ത, അവർക്ക് ഒരു മാറ്റം അവർ പ്രതീക്ഷിക്കുന്നു എന്നല്ലേ അർത്ഥം. കോൺഗ്രസ് പാർട്ടി നിന്നിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ പാർട്ടിയുടെ ഈ വിഭിന്ന അഭിപ്രായങ്ങളും തമ്മിലടിയും ഒക്കെ ഒരുപക്ഷെ യുവതലമുറയെ വല്ലാണ്ട് അത് ബാധിക്കുന്നു എന്നുള്ള. ഒരിക്കൽ രാഹുൽ മാങ്കൂട്ടം തന്നെ പറഞ്ഞു, ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകർ നിങ്ങളെ കണ്ടാണ് പഠിക്കുന്നത്, സീനിയേഴ്സായ നിങ്ങളെ കണ്ടാണ് പഠിക്കുന്നത്, നിങ്ങളുടെ ഇടയിലുള്ള ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങളെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ളൊക്കെ പരാമർശങ്ങളൊക്കെ രാഹുൽ ഒരിക്കൽ നടത്തിയിരുന്നു. അപ്പോൾ ഇതൊക്കെ യുവാക്കളുടെ ഇടയിൽ, പാർട്ടിയിലെ യുവതലമുറയെ ബാധിക്കുന്ന ഒന്നായിട്ടല്ലേ ഇപ്പോൾ ഇതിനെയൊക്കെ കാണുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ നോക്കിക്കൂ, ഇതിനപ്പുറത്തെ വലിയ ഗ്രൂപ്പിസം കളിക്കുന്ന ആളായി മാറും. രാഹുൽ മാങ്കൂട്ടത്തിൽ വാചക കസരത്ത് നടത്തുന്നതിന് മാത്രമേ സമർത്ഥനായിട്ടുള്ളൂ. രാഹുൽ എങ്ങാനും BJPയിലോട്ട് പോയ സാറിന്റെ ഈ ഒരു ഇത് ചെറിയ ഷോർട്ടായിട്ട് ബൈറ്റായിട്ട് ഇരിക്കട്ടെ. അതെ, രാഹുൽ ഈ ഉടനെയൊന്നും BJP പോകത്തില്ല. കാരണം ഈ യുവാക്കൾ ഇങ്ങോട്ടേക്ക് കയറി വരുന്നു, അവർക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ കാണും.
അപ്പോൾ ഈ കോൺഗ്രസ്സിലെ കുറേ കടൽ കിഴവന്മാരെയൊക്കെ പിടിച്ച് പുറത്താക്കും. പക്ഷെ പോകത്തില്ല. ഈ ചില മരത്തിൽ ഈ ഇത്തിലിങ്ങനെ പടർന്ന് കിടക്കത്തില്ലേ, മരം മറിഞ്ഞാലും ആ ഇത്തിള് അതിൽ തന്നെ പറ്റിപ്പിടിച്ച് കിടക്കും. അതുപോലത്തെ കുറേ കടൽ കിഴവന്മാരാണ് കോൺഗ്രസ്സിനകത്തുള്ളത്. ഈ ആർത്തി തീരുന്നില്ല എന്നുള്ളതാണ്. ഇരുന്നിരുന്ന് ആയുസ് കുറഞ്ഞു വരുന്നു, ആർത്തി അവസാനിക്കുന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവര് കാരണം BJP ഇവിടെ ശക്തമാകുന്നു എന്നുള്ളൊരു തെളിവ് കൂടിയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. BJP ഈ സമീപകാലത്തല്ലേ ഇത്രത്തോളം വളർച്ചയുണ്ടായത്. പ്രത്യേകിച്ച് ഇനി രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ BJP വളരാൻ തുടങ്ങുമ്പോൾ, പ്രത്യേകിച്ച് അവർ ഇതിന്റെ വലിയൊരു റിസൾട്ട് വരാൻ പോകുന്ന 26-ൽ BJP ഒരു 10 സീറ്റ് നേടാൻ, 10 വേണ്ട 5 സീറ്റ് നേടിയാലും മതി. BJPയിലേക്ക് ഒരു നിര തന്നെയായിരിക്കും, ഒരു ക്യൂ ആയിരിക്കും BJPയിൽ ചേരാനുള്ള. അവർക്ക് പിന്നെ മനസ്സിലാകും മറ്റ് 2 മുന്നണികളും കേരളത്തിൽ അപ്രസക്തമാകുകയാണ്. ഇനി സ്പേസ് ഉള്ളത് BJPക്കാണ്. അത് 2031-ൽ BJP കേരളം ഭരിക്കും എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ LDFിൽ നിന്നായാലും CPMൽ നിന്നായാലും കോൺഗ്രസിൽ നിന്നായാലും BJPയിലേക്ക് വരും. ഇതിൽ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് കോൺഗ്രസിൽ നിന്നാണ് BJPയിലേക്ക് വരാനുള്ള അതെ, സാധ്യത. കേന്ദ്രത്തിൽ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ കോൺഗ്രസിന്റെ ഒരു പിടിപ്പുകേട്, പല കാര്യങ്ങളിലുള്ള പിടിപ്പുകേടല്ലേ ഇത്തരത്തിലുള്ള ചാഞ്ചാട്ടത്തിനും അതിലെ നേതാക്കളുടെ ചാഞ്ചാട്ടത്തിന് തന്നെ കാരണം. കാരണം നമുക്കറിയാം, കേന്ദ്രത്തിലാണെങ്കിൽ ശശി തരൂരിനെ BJP ഇപ്പോൾ മോദി ഏറ്റെടുത്തിരിക്കുകയാണ്. നമുക്കറിയാലോ പല കാര്യങ്ങളിലും. ഇവിടെയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ BJP ഇതാണ്ട് ഇപ്പോൾ ഷൈൻ ലാലിനെ പോലുള്ളവര്, രാജീവ് ചന്ദ്രശേഖർ ആ ഒരു എന്താ പറയുക BJPയിലോട്ട് ഏറ്റെടുക്കുന്നു. അപ്പോൾ യുവാക്കളെ കുറച്ചുകൂടി BJPയിലേക്ക് ആകർഷിക്കുന്ന തരത്തിലൊക്കെയുള്ള, നമുക്കറിയാം നമ്മുടെ BJPയിലേക്ക് വന്ന PC ജോർജിൻ്റെ മകനായാലും ഷോൺ ജോർജ് ആണെങ്കിലും ആന്റണിയുടെ മകനാണെങ്കിലും അനിൽ ആന്റണി അനിൽ ആന്റണി ആണെങ്കിലും ഇത്തരത്തിലുള്ളവരെ അവരെ എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടുന്നത്, ഏത് തരത്തിലാണെന്നുള്ള ഒരു BJPക്ക് അത് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടല്ലേ ഇത്തരത്തിലുള്ളവരെ സ്വീകരിക്കുന്നത്. അത് വളരെ, പക്ഷെ അതിന്റെ ഒരു പിടിപ്പീട് തന്നെയല്ലേ കോൺഗ്രസിന്റെ ഒരു വല്ലാത്ത, അവിടുത്തെ ഇടയിലുള്ള കുശുമ്പും സാറെപ്പോഴും പറയുന്ന കുന്നായ്മകളും ഒക്കെ തന്നെയല്ലേ. അല്ല, കോൺഗ്രസിന് എന്നും പിടിപ്പുകേടല്ലേ ഉണ്ടായിട്ടുള്ളൂ. കോൺഗ്രസ് ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇനി അധികാരത്തിൽ 26-ൽ വരികയാണെങ്കിലും എന്തായിരിക്കും ഇവിടെ സ്ഥിതി? ഇവിടെ വലിയ അടി നടക്കുമെന്നുള്ളതാണ് കോൺഗ്രസിനകത്ത്. ഇനിയിപ്പോൾ നോക്കിക്കോ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ നോക്കിക്കോ, സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിനകത്ത് ഇവിടെ ഉന്തും തെള്ളും അടിയുമാണ് നടക്കുന്നത്. ഇപ്പൊ അന്ന് നടത്താനിരുന്ന അടി ഇപ്പോൾ CPMന്റെ LDF സർക്കാരിനെതിരെ നടത്തിയിരുന്നെങ്കിൽ 10 സീറ്റെങ്കിലും ഇവർക്ക് കിട്ടിയേനെ. നമുക്കറിയാം. കാരണം LDF സർക്കാരിന്റെ ഈ ഒരു പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ടും ഇവരുടെ വാർഷികാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ വലിയൊരു വിദ്വേഷജനകമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നു പോകുന്നത്. പക്ഷെ ഇതൊക്കെ എടുത്ത് മുൻനിർത്തി ഇവരൊരു അടി കൂടിയിരുന്നെങ്കിലും അല്ലേ ഒരു പക്ഷെ അവർക്കത് പ്രയോജനം. അവർക്ക് അതിനുള്ള കഴിവില്ലല്ലോ, അതറിഞ്ഞൂടെ. അവർക്ക് ഈ പ്രതിപക്ഷത്ത് ഇരുന്നുകൊണ്ട് ഒരു അടി കൂടാനുള്ള കഴിവ് പോലും ഇല്ലെന്നാണോ സാർ പറയുന്നത്? അവർക്ക് ഈ ഇട്ടിരിക്കുന്ന ഷർട്ട് ചുളുക്കഴിയാതെ നടക്കണം, തിന്നു കൊഴുത്ത് നടക്കുക, ഈ അമ്പലക്കാളകളെ പോലെ. അതാണ് കാണുന്നത്. മുസ്ലിം പരിപ്പിച്ച് അമൂൽ ബേബികളാണ് ഇതൊക്കെ. ഒരു കാശിന് കൊള്ളത്തില്ല എന്നുള്ളതാണ്. ഇപ്പം ഒരു സീറ്റ് കൊടുത്താലോ ആ സീറ്റിൽ വിജയിച്ചു കഴിഞ്ഞാൽ ആ ജീവനാന്തം അവിടെ തന്നെ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇവർക്ക് ഇനി ഇടം എന്ന് പറയുന്നത് BJP ഇടം കൊടുക്കും ഇങ്ങനെയുള്ളവർക്കൊക്കെ തന്നെ.